ഒരുപാടൊന്നും കാശ് ചെലവാക്കാതെ, ഒരുപാട് എഫേർട്ട് ഇല്ലാതെ, ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇല്ലാതെ, എന്നാൽ ഭയങ്കര ക്ലാസി ആയിട്ടും പുട്ടുകതർ ആയിട്ടും എക്സ്പെൻസീവ് ആയിട്ടും ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 സ്റ്റൈലിംഗ് ടിപ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് എല്ലാ ബോഡി ഷേപ്സിനും എല്ലാ ബോഡി ടൈപ്സിനും ഒരുപോലെ വർക്ക് ആവുന്ന സ്റ്റൈലിംഗ് ടിപ്സ് ആണ്. അതുപോലെ തന്നെ ഇത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനും ചെയ്യാം, അതുപോലെ തന്നെ ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സിനും ചെയ്യാം. വെൽക്കം ബാക്ക് ടു വീണ സുനോച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ടിപ്പ് നമ്പർ 1, നെക്ക് ലൈൻസ് ആൻഡ് നെക്ക് പീസ് ഡീറ്റെയിൽസ്. ഞാൻ മുമ്പ് പല വീഡിയോസിൽ ആക്ച്വലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന 2 എലമെന്റ്സ് ആണ് ഹെയറും അതുപോലെ തന്നെ ഐബ്രോസും എന്നുള്ളത്. നമുക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിനെ ആക്ച്വലി പുറത്തുനിന്ന് ഫ്രെയിം ചെയ്തേക്കുന്നത് അതാണ്. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് മാത്രമാണോ ഫ്രെയിം ചെയ്തിട്ടുള്ളത് നോക്കിയാൽ അല്ല. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫേസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആക്ച്വലി ഫേസിനെ ഫ്രെയിം ചെയ്യുന്നതിന് ഈ നെക്കിനും അതുപോലെ തന്നെ നെക്ക് ലൈനിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും ആക്ച്വലി കണ്ണുമടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ലൈൻ ആണ്, കൂടുതൽ പേർക്കും അറിയാവുന്നതാണ്, അത് വി നെക്ക് ആണെന്നുള്ളത്. പക്ഷെ ചില ആൾക്കാർക്ക്, അപ്പൊ ഫേസ് ഭയങ്കര ലോങ് ആയിട്ടുള്ള ഫേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ വീനക്ക് അവർക്ക് എപ്പോഴും നന്നായിട്ട് ചേരണം എന്നില്ല. ബിക്കോസ് ഫേസിനെ കുറച്ചും കൂടി ഇലോങ്ങേറ്റ് ചെയ്താണ് ഫീൽ ചെയ്യിപ്പിക്കുക വീനക്ക് ആണെങ്കിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് അങ്ങനെയുള്ളവർക്ക് ചെറുതായിട്ടൊരു കേർവ് കൊണ്ടുവന്നത് നന്നായിരിക്കും. അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് പറയുന്ന ഒരു നെക്ക് ലൈൻ എന്ന് പറയുന്നത് ഡീപ്പ് യു ആണ്. ഡീപ്പ് യു ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ ഫേസും അവരുടെ ബോഡിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അതായത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് വീനക്കും ഡീപ്പ് യു ആണ് എല്ലാവർക്കും ഓൾമോസ്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 നെക്ക് ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഏത് നെക്ക് ലൈൻ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ഇത് ഓൾമോസ്റ്റ് എല്ലാ ബോഡി ഷേപ്പിനും ചേരുന്നതാണ്, ഓൾമോസ്റ്റ് എല്ലാ ഫേസ് ഷേപ്പിനും ചേരുന്നതാണ്. എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീനക്കും ഡീപ്പ് യുവും ആണ് നെക്ക് ലൈൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അപ്പർ ബോഡി കുറച്ച് മെലിഞ്ഞതായിട്ട് തോന്നിക്കും, അതുപോലെ തന്നെ ഫേസ് കുറച്ച് നീണ്ടതായിട്ട് തോന്നിക്കും. സോ അത് കുറച്ച് വെയിറ്റ് കൂടിയ ആൾക്കാർക്കും അത് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ട് ചേരുന്ന ഒരു നെക്ക് ലൈൻ ആയിരിക്കും. ഇനി അതുപോലെ ചിലർക്കൊക്കെ ചിലൊരു കോംപ്ലക്സ് ഉണ്ടാവും, നമ്മുടെ ഈ ഷോൾഡർ കുറച്ച് ചെറുതാണ്, ഭയങ്കര ഷോർട്ടാണ്, ഷോൾഡറിനേക്കാളും ഭയങ്കര ബൾക്കി ആയിട്ട് നമ്മുടെ ബോഡി ഇരിക്കുന്നു, അങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അതാണ് മെയിനായിട്ട് തോന്നുന്നതെങ്കിൽ ഒന്നുകിൽ ബോട്ട് നെക്ക് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കോളർ നെക്ക് ചൂസ് ചെയ്യാം. എനിക്കറിയാം കുറേ പേർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, കോളർ നെക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഈ ഒരു ബസ്റ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പേര് കോളർ നെക്ക് ചൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഭയങ്കര ഹെവി ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കോളർ നെക്ക് ചൂസ് ചെയ്യും. അങ്ങനെയല്ല നോർമലി കോളർ നെക്ക് ചൂസ് ചെയ്യേണ്ടത്. കോളർ നെക്ക് ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ഷോൾഡർ കുറച്ച് നാരോ ആണെങ്കിൽ അത് കുറച്ച് വീതി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളർ നെക്ക് നോർമലി ചൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഭയങ്കര അടവുണ്ടെങ്കിൽ, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഈ ഒരു ഭാഗം കോളറൊക്കെ ഇട്ട് ഇത്രയും ചേർന്നിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ അപ്പർ ബോഡി ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. സോ നാരോ ഷോൾഡർ ഉണ്ടെങ്കിൽ മാത്രമേ കോളർ നെക്ക് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അങ്ങനെയുള്ളവർക്ക് ബോട്ട് നെക്കും ചൂസ് ചെയ്യാം. ഇനി ഡീപ്പ് യു അല്ലെങ്കിൽ വി നെക്ക് പോലെയുള്ള ആക്ച്വലി നെക്ക് ലൈൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ദെൻ നിങ്ങൾക്ക് കുർത്താസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലെസ് അല്ലെങ്കിൽ നെക്ക് പീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള, എന്നാൽ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള, എന്നാൽ ആക്ച്വലി കുറച്ച് ഒരു ക്ലീൻ ലുക്ക് തരുന്ന രീതിയിലുള്ള ഭയങ്കര തിന്നായിട്ടുള്ള ഒരു നെക്ലേസ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും അതിൻ്റെ കൂടെ നല്ലത്. ബിക്കോസ് ഓവർ ആയിട്ടുള്ള ഒരു ആക്സസറി വന്നു കഴിഞ്ഞാൽ ആക്ച്വലി കംപ്ലീറ്റ് ലുക്കും ഒറ്റയടിക്ക് പോകും. ഇത് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടൊരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഭയങ്കര ക്ലാസി ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു ജ്വല്ലറി ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ നെക്ക് പീസിന്റെ കാര്യത്തിൽ കുറച്ചൊരു സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരണം. എന്നാൽ സാധാരണ നമ്മൾ നെക്ക് പീസ് ഒന്നും വെയർ ചെയ്യാതെ പോകുന്നത് പോലെ ചെയ്യാൻ താല്പര്യമില്ല, എന്തെങ്കിലും കഴുത്തിൽ ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മാല ചൂസ് ചെയ്യുക. ആൻഡ് അതിന്റെ പെൻഡന്റ് ഉണ്ടായിരിക്കുക, പെൻഡന്റ് ഉള്ള രീതിയിൽ ഭയങ്കര തിന്നായിട്ടുള്ള വളരെ കുഞ്ഞതായിട്ടുള്ള ഒരു നെക്ക് പീസ് ചൂസ് ചെയ്യുക. ആൻഡ് ആ നെക്ക് പീസ് എപ്പോഴും ഉള്ളിലിടുക. ഇപ്പൊ നോർമലി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആയ ഷർട്ട് പോലെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ മാല ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഏറ്റവും മുകളിലായിരിക്കും മാല ഇടുക. മാല ഇട്ട് കഴിഞ്ഞാൽ പെൻഡന്റ് ഒക്കെ പിടിച്ച് മുകളിലേക്ക് വെക്കും, അതായത് ഈ ഒരു ഷർട്ടിന്റെ മുകളിലേക്ക് വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ആക്ച്വലി അതിന്റെ ഉള്ളിലായിരിക്കും കിടക്കേണ്ടത്, കുറച്ചൊന്ന് ഹൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് കിടക്കേണ്ടത്. ഇനി ഇപ്പൊ വെസ്റ്റേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ആയിക്കോട്ടെ, അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ലെയർ ചെയ്യുന്ന എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലെയർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആക്ച്വലി വെസ്റ്റേണിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ മേ ബി ബ്ലേസർ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജാക്കറ്റ് പോലെ ഇടുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഒരു ഷ്രഗ് ഇടുന്നുണ്ടാവും. ഈവൻ ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സ് അല്ലെങ്കിൽ കുർത്താസ് പോലെയുള്ളതാണെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഷ്രഗ്, ഒരു എത്നിക് ഷ്രഗ് പോലെ എന്തെങ്കിലും
വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാക്കറ്റിന്റെ ഉള്ളിൽ ഇട്ടേക്കുന്ന ടോപ്പ് ഏതാണോ അതിന്റെ നെക്ക് എപ്പോഴും സ്കൂപ്പ് നെക്ക് ആയിരിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പുട്ട് ടുഗദർ ബാലൻസ് കിട്ടുകയും ചെയ്യും. ആൻഡ് വളരെ കഷ്ടപ്പെടാതെ ഒരുപാട് ആലോചിക്കാതെ എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ള എല്ലാ ബോഡി ഷേപ്പിനും ബോഡി ടൈപ്പിനും സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു നെക്ക് ലൈൻ ആയിരിക്കും അത്. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് സ്ലീവ് ലെങ്ത് മാറ്റേഴ്സ്. അതായത് ഒരുവിധപ്പെട്ട എല്ലാ ബോഡി ഷേപ്പിനും എല്ലാ ബോഡി ടൈപ്പിനും ആക്ച്വലി എങ്ങനെയാണ് സ്ലീവ്സ് ഇരിക്കുന്നത് എന്നനുസരിച്ചിട്ട് അതിന്റെ വിഷ്വൽ പ്രപ്പോർഷൻ മാറാം. അതായത് എല്ലാ ബോഡി ഷേപ്പിനും അതുപോലെ തന്നെ ചിലപ്പോൾ കൂടുതൽ തടിയുള്ളവർ, കുറച്ച് തടി കുറഞ്ഞവർ, മെലിഞ്ഞവർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ് ഈ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നത് ബേസിക്കലി ഇപ്പൊ എല്ലാവർക്കും സൂട്ടബിൾ ആവുന്ന കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക സ്ലീവിന്റെ ലെങ്ത് എന്ന്, ഐഡിയൽ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 3/4 ആണ്. 3/4 എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഈ നമ്മുടെ ഒരു റിസ്റ്റിന്റെ ഭാഗം മുതൽ ഒരു കുറച്ച് ഭാഗം വരെ, കുറച്ച് മുകളിൽ വരെ ആക്ച്വലി ചെറിയൊരു ബ്രേക്ക് ത്രൂ കിട്ടും. അപ്പോൾ സ്കിൻ ഓൾമോസ്റ്റ് ലൈക്ക് കാണും ആ ഒരു ഭാഗത്തെ. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ആക്ച്വലി നല്ല തടി ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ലീവിന്റെ ലെങ്ത് 3/4 വരുന്ന സമയത്ത് ഇവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീരെ സ്ട്രക്ചർ ഇല്ലാത്ത പോലെ ഇരിക്കും. അതായത് ഒട്ടും ഭയങ്കര സ്ട്രക്ചർ ഉണ്ടാവില്ല, ഭയങ്കര ഡ്രൂപ്പി ആയിരിക്കും ഷോൾഡർ ഒക്കെ. അങ്ങനെ ഉള്ളവർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും തന്നെ സ്ലീവിന്റെ ലെങ്ത് അപ്പോഴും പാടുള്ളൂ. പക്ഷെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊരു പഫ് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. പെട്ടെന്നൊരു സ്ട്രക്ചർ വന്ന പോലെ ഇരിക്കും. ആൻഡ് ഓൾസോ കൈ കുറച്ച് മെലിഞ്ഞതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി വെസ്റ്റേൺ വെയർ ആണ് നിങ്ങൾ ആക്ച്വലി ഇടുന്നതെങ്കിൽ മെയിൻ ആയിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നോർമലി ഇത് മടക്കി വെക്കാറുണ്ട്, സ്ലീവ് എപ്പോഴും മടക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്, എനിക്കറിയാം. പക്ഷേ സ്ലീവ് മടക്കി വെക്കുന്നത് ഭയങ്കര മെസ്സി ആയിട്ട് മടക്കി വെക്കാതെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്തു എന്ന് തോന്നുന്ന രീതിയിൽ ആക്ച്വലി സ്ലീവ്സ് ഒന്ന് റോൾ ചെയ്ത് വെക്കുക. റോൾ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് വെക്കുക. ആൻഡ് അത് ആക്ച്വലി കാണുന്നവർക്ക് നിങ്ങളൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇന്ത്യൻ വെയർ ആണ് ആക്ച്വലി നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ടും സാരീസിന്റെ കൂടെ അല്ലെങ്കിൽ കുർത്താസിന്റെ സ്ലീവ്സ് അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും ഫിറ്റഡ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ് ഭയങ്കര സ്ട്രക്ചർ തരിക. പക്ഷേ ചില സമയത്ത് ആക്ച്വലി നമ്മൾക്കൊരു ചേഞ്ച് വേണം, അതായത് പുതിയൊരു സ്ലീവ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൽ സ്ലീവ്സ് എപ്പോഴും നോക്കാവുന്ന കൈൻഡ് ഓഫ് ഒരു സ്ലീവാണ്. ബെൽ സ്ലീവ് എന്ന് പറയുമ്പോൾ നോർമലി അതിനകത്ത് കുറച്ച് ഫ്ലെയർ ഉള്ളത് കൊണ്ട് തന്നെ അത് സപ്പോസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ മിനിമലായിട്ട് വേണം ആക്സസറീസ് ചെയ്യാൻ. ആക്സസറീസ് എന്ന് പറയുമ്പോൾ അവിടെയും ഞാൻ മെയിനായിട്ട് പറയുന്നൊരു കാര്യം നെക്ക് പീസ് മാക്സിമം ഭയങ്കര തിന്നായിട്ടുള്ളതാക്കുക. അതല്ലെങ്കിൽ നെക്ക് പീസ് ഇടാതിരിക്കുക. മെയിനായിട്ടുള്ള ഫോക്കസ് ഇയറിംഗിലേക്ക് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അതായത് ബാലൻസ് ചെയ്യണം എപ്പോഴും നമ്മളുടെ സ്ലീവ്സിന്റെ ഒരു ഫ്ലെയറും അതല്ലെങ്കിൽ അതേപോലെ ആക്സസറീസും. ഇത് തമ്മിലൊരു ബന്ധം ഉണ്ടാവണം, ഇത് തമ്മിലൊരു പ്രൊപ്പോർഷൻ ഉണ്ടാവണം. ആൻഡ് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ, അതായത് കൈക്ക് നീളമില്ലാത്തവരോ അല്ലെങ്കിൽ കൈക്ക് നീളം കുറഞ്ഞതായിട്ട് തോന്നുന്നവരോ, ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് നോർമലി അങ്ങനെയാണ്. ബേസിക്കലി എനിക്കും അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഹൈറ്റ് കുറവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ ഒരു ഭാഗത്ത് ആം ഫാറ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആം ഫാറ്റ് ഏത് ഭാഗത്താണോ ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത്, അതായത് ഏറ്റവും വൈഡസ്റ്റ് പാർട്ട് ഏതാണോ ആ ഒരു ഭാഗത്ത് വെച്ച് സ്ലീവ് ലെങ്ത് എൻഡ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ അതിന് മുകളിലായിരിക്കണം അല്ലെങ്കിൽ അതിന് താഴെയായിരിക്കും. ഇപ്പം ഞാൻ മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്നത് ഒന്നുകിൽ സ്ലീവ്ലെസ് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് ലോങ് സ്ലീവ്സ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫുൾ സ്ലീവ്സ് ആവാം, അതല്ലെങ്കിൽ ഒരു 3/4 ആവാം, അതും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ആങ്കിൾ ലെങ്ത് എങ്കിലും വരുന്ന രീതിയിലുള്ള സ്ലീവ്സ് ചൂസ് ചെയ്യാം. അല്ലാതെ ആക്ച്വലി ഈ ഒരു ഷോൾഡർ ലെങ്ത്തിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ആങ്കിൾ ലെങ്ത്തിന്റെയും ഇടയിൽ വെച്ച് കട്ട് ചെയ്യുന്ന സ്ലീവ്സ് ഒക്കെ ആകുമ്പോൾ മെയിനായിട്ട് കുറച്ചും കൂടെ ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ തടി തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് പക്ഷെ അങ്ങനെയുള്ളത് തീരെ ഇട്ടുകൂടാന്ന് ഞാൻ പറയുന്നില്ല, അത് ഇടാം. ഓൾമോസ്റ്റ് ലൈക്ക് നെക്ക് ലൈനും കൂടി അതിനനുസരിച്ചിട്ട് കുറച്ച് ഡീപ്പാണെങ്കിൽ അതല്ലെങ്കിൽ കുറച്ച് വി പോലെ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും കുറച്ചൊരു സ്പേസ് ഈ ഒരു നെക്ക് ലൈൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ആക്ച്വലി അത് ഇടുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ കൂടുതലായിട്ടും ഒരു സേഫർ സൈഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ സ്ലീവ്ലെസ് പോവുക, അതല്ലെങ്കിൽ 3/4 ഫുൾ സ്ലീവോ പോലെയുള്ള ലെങ്ത്തിലേക്ക് പോവുക. ഇനി തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ടൈലറിങ് ആൻഡ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, അപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും ആക്ച്വലി നന്നായിട്ടല്ല ഫിറ്റ് ആയേക്കുന്നതെങ്കിൽ അത് ഭയങ്കര പുവറായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക ഇംപ്രഷനാണ് നമുക്ക് തരിക. അപ്പോൾ അതിന് മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം എപ്പോഴും നമ്മളുടെ വേസ്റ്റ് ലൈൻ്റെ ഭാഗം ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ എന്നാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ കൂടി മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം ഈ ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് എപ്പോഴും കുറച്ച് ഫിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് തോന്നും, അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് മെലിഞ്ഞതായിട്ട് തോന്നും. എല്ലാ ബോഡി ഷേപ്പുകാർക്കും ആക്ച്വലി ഒരുപോലെ പുൾ ഓഫ് ചെയ്ത് പോകാൻ പറ്റും. ബിക്കോസ് ആ ബോഡിയുടെ സ്ട്രക്ചർ ഒന്ന് കാണിക്കുന്ന രീതിയിലാണ് ആ ഒരു വേസ്റ്റ് ലൈൻ ഒന്ന് ഡിഫൈൻ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ആൻഡ് അതിന് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒന്നുകിൽ ഒരു വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രോ സ്ട്രിങ് പോലെയുള്ള എന്തെങ്കിലും ഒരു ഡ്രസ്സ്, അതായത് ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് സിൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്സസറി പോലെ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഈവൻ ആ ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ് എങ്കിലും അങ്ങനെ ആയിരിക്കണം എന്ന് നോക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ എനിക്കറിയാം ഭയങ്കരമായിട്ടുള്ള വയറുണ്ട്, അതായത് മുകളിലത്തെ വയറാണുള്ളത്, അടിവയറല്ല, അങ്ങനെ പറഞ്ഞിട്ട് വരാറുണ്ട് എൻ്റെ അടുത്ത് പലരും കൺസൾട്ടേഷൻ്റെ സമയത്ത്.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനത്തെ ഡ്രസ്സസ് ആണ് ചൂസ് ചെയ്യേണ്ടത്, ആ ഒരു ഭാഗത്ത് ഭയങ്കര വേസ്റ്റ് ബെൽറ്റോ ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നുമെന്ന് പറയും. അപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾക്കും ആക്ച്വലി ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ ഒരു ഭാഗം ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ചൂസ് ചെയ്യേണ്ട രീതി, അതായത് അതിൻ്റെ ഒരു വിധം കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. അതായത് ലൂസായിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യുക, ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം വേസ്റ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സ്ട്രക്ചർ കൊടുക്കുന്ന രീതിയിലുള്ളൊരു കട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിനിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. മൊത്തത്തിൽ നിങ്ങളുടെ പുട്ട് ടുഗദർ ലുക്കായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഇത് ആക്ച്വലി വെസ്റ്റേൺ വെയർ ആണെങ്കിലും അതിനകത്തും ഈ ഒരു കാര്യം ബാധകമാണ്. മെയിനായിട്ട് പറഞ്ഞ വെസ്റ്റേൺ വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ടീഷർട്ട്സ്, ഷർട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒന്ന് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പ്രപ്പോർഷൻ കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, പ്രപ്പോർഷൻ ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നോർമലി കുറേ പേരെങ്കിലും വിചാരിക്കുന്നത് ഭയങ്കര ഫോമൽ ലുക്കിലിരിക്കും, ഫോമൽ ലുക്ക് പോലെ ടക്കിൻ ചെയ്യുന്നതിനെ പറ്റിയാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ്, പക്ഷെ അങ്ങനെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒക്കേഷനാണ് പോകുന്നത്, പക്ഷേ ടക്കിൻ ചെയ്താൽ മാത്രമേ അത് പ്രപ്പോർഷൻ കറക്റ്റായിട്ട് ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്രഞ്ച് ടക്കിൻ ചെയ്യാം, അതല്ലെങ്കിൽ ആക്ച്വലി നോട്ടിട്ട് വെക്കാം. നോട്ടിട്ട് ആ ഒരു ഭാഗത്ത് എന്താ പ്രപ്പോർഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലെങ്ത് കറക്റ്റായിട്ട് കിടക്കുന്ന എന്നുള്ള രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഫുൾ ടക്കിൻ ചെയ്യാം. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് മേ ബി ചിലർ കണ്ടിട്ടുണ്ടാവും, ഈവൻ ടീഷർട്ട്സ് ഒക്കെ ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണെങ്കിൽ കൂടി ആ ഒരു ടക്കിൻ വരുന്നത് മേ ബി ബാക്കിലും സൈഡിലും മാത്രമായിരിക്കും, ഫ്രണ്ടിൽ ടക്കിൻ ചെയ്തിട്ടുണ്ടാവില്ല. സോ അതാണെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ സാരീസ് അല്ലെങ്കിൽ കുർത്താസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ദുപ്പട്ടാസും അതുപോലെ തന്നെ പല്ലും ഒക്കെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഞാൻ പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ യൂണിഫോമിലെ പോലെ രണ്ട് സൈഡിലേക്കും അതിട്ട് പിൻ ചെയ്ത് വെക്കണം എന്നല്ല പറയുന്നത്. മെയിനായിട്ട് അതിൻ്റെ ഒരു എൻഡെങ്കിലും ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഭയങ്കരമായിട്ട് മെസ്സി ആയിട്ടുള്ളൊരു ലുക്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചിലർ ആക്ച്വലി പേർപ്പസ്ഫുള്ളി ആ ഒരു മെസ്സി ലുക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ സാരീസിനൊക്കെ കാര്യത്തിൽ. പക്ഷെ അപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള അതായത് നമ്മുടെ ഹെയർ ആണെങ്കിലും നമ്മളുടെ നെയിൽ ആണെങ്കിലും നമ്മുടെ ആക്സസറീസ് ആണെങ്കിലും നമ്മുടെ മേക്കപ്പ് ആണെങ്കിലും ഓൺ പോയിന്റ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആക്ച്വലി ചെറിയ രീതിയിലൊരു മെസ്സിനെസ് നമുക്ക് ആ ഒരു പല്ലു ഇടുന്നതിൽ ആക്ച്വലി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ സോ ഞാൻ പറഞ്ഞത് മെസ്സി ലുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടി ജസ്റ്റ് ബാക്കിയുള്ളതെല്ലാം പുട്ടുകുതർ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിനുശേഷം മാത്രം ചെറിയ രീതിയിലൊരു മെസ്സിനെസ് എന്തെങ്കിലും സാരിയുടെ പല്ലുവിൽ ആഡ് ചെയ്യാം. സാരിയുടെ പല്ലുവിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മെയിനായിട്ട് സാരിയുടെ പല്ലു ഓൾമോസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് മെസ്സി ആയിട്ട് വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഇടുമ്പോഴും ഞാൻ പറയുന്നത് അത് കറക്റ്റായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോഴും അത് ഭയങ്കര മെസ്സി ആയിട്ടും ഭയങ്കര ഓഫായിട്ടും ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് ആക്സസറീസ് ആൻഡ് ഫിനിഷിംഗ് ടച്ചസ്. മെയിനായിട്ട് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇയറിംഗ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുമ്പ് തന്നെ പല വീഡിയോസിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇയറിംഗിൻ്റെ ചെറിയ രീതിയിൽ ഒന്ന് സൈസ് ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിന് മൊത്തത്തിലൊരു ചേഞ്ച് വരുത്തും. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ നെക്കിൻ്റെ പോർഷനിൽ നെക്ക് ലൈൻ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത് എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫേസിൻ്റെ കാര്യത്തിൽ ഇയറിംഗ്. ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു ആക്സസറി നമ്മൾ ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് സ്റ്റഡോ തേർഡ് സ്റ്റഡോ ഒക്കെ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി അതെങ്ങനെ മെയിനായിട്ട് ഫീൽ ചെയ്താൽ ഫേസിന് ചുറ്റും എന്തെങ്കിലും സ്പാർക്കിൾസ് ആഡ് ചെയ്ത പോലെയായിരിക്കും. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരുപാട് ആക്സസറീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും ഒരു മിനിമൽ ലുക്കിലെങ്കിലും ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് മിനിമൽ ആയിട്ട് ഒരു പുട്ടുകുത്തർ ലുക്കിൽ ഇരിക്കണം, ഒരു ക്ലാസി ലുക്കിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ആക്സസറീസിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്, മെയിനായിട്ട് ഞാൻ പറയുന്നത് ഇയറിംഗ് ആണ്. ഇയറിംഗിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മീഡിയം ആയിരിക്കണം. അതായത് ഒരുപാട് വലുതും ആയിരിക്കാൻ പാടില്ല, ഒരുപാട് ചെറുതും ആയിരിക്കാൻ പാടില്ല. ചില ആൾക്കാർ എനിക്കറിയാം, കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് നേഴ്സ് പോലെയുള്ള പ്രൊഫഷൻസ് ചൂസ് ചെയ്തിട്ടുള്ളവരാണ്. അവർ വളരെ കുഞ്ഞ് സ്റ്റഡാണ് യൂസ് ചെയ്യുക. ഞാൻ പറയുന്നത് അത്രയും കുഞ്ഞ് സ്റ്റഡ് ആക്ച്വലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചും കൂടി വലുതായിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന സെയിം കൈൻഡ് ഓഫ് സ്റ്റഡ് തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഒരു പൊടിക്ക് അതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടാം. ചെറിയ രീതിയിലൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം അപ്പോൾ എങ്ങനെയാണോ പ്രൊഫഷണൽ ലുക്കിൽ വേണ്ടത് അതേപോലെ ഇരിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആക്സസറീസിൽ വരുന്ന ഒരു കാര്യമാണ് നോർമലി വാച്ച്. എല്ലാവരും ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ഞാൻ പറയുന്ന മിനിമലായിട്ടുള്ള, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാ ബോഡി ഷേപ്പിനും ചേരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമൽ ആയിട്ടുള്ള ഫിംഗർ റിങ് 1-2 ആക്ച്വലി ചൂസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാച്ച് ചൂസ് ചെയ്യുക. ഈ വാച്ച് ആക്ച്വലി കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ കുറച്ച് റൗണ്ട് ഫേസ്, കുറച്ച് റൗണ്ട് ബോഡി അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ, അതായത് ബോഡിയുടെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര റൗണ്ടഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു സ്ക്വയർ വാച്ചോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ വാച്ചോ ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് ഭയങ്കര അത്ലറ്റിക് ഫിഗറിലൊക്കെ ഇരിക്കുന്നൊരു ബോഡിയാണ്, ഭയങ്കര ഇപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ റൗണ്ട് ഡയലുള്ള വാച്ച് ചൂസ് ചെയ്തത് നന്നായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ആകപ്പാടെ ഒരു വാച്ചിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഫിംഗറിങ്ങും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്നെ പോലെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫിംഗറിങ് ഇടാൻ വലിയ താല്പര്യമില്ല, ആൻഡ് ഓൾസോ വാച്ച് ഇടാനും വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അപ്പോൾ നമ്മൾ അത് രണ്ടും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നെയിൽ ഭയങ്കര പോളിഷ്ഡ് ആക്കി ഗ്രൂംഡ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ എൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈക്ക് നീളം കുറവാണെന്നാണ് തോന്നുന്നത് എപ്പോഴും. ആൻഡ് ഓൾസോ ഫിംഗേഴ്സ് ഒക്കെ ഭയങ്കര തിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും
ഫിംഗർ റിങ്സ് ചൂസ് ചെയ്യാതിരിക്കുന്നതും അതുപോലെ തന്നെ വാച്ച് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതും ചൂസ് ചെയ്യാതിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സോ അങ്ങനെയുള്ളവരും അറ്റ്ലീസ്റ്റ് പുട്ടുകതർ ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നെയിൽസ് എങ്കിലും ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതൽ പേരും പൊട്ട് വെക്കുന്നവരൊക്കെ ആവാം. ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ പൊട്ട് വെച്ചോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള സമയത്ത് പൊട്ട് വെക്കുമ്പോഴാണ് ശരിക്കുള്ള ഒരു ഡിഫറൻസ് എപ്പോഴും ഫീൽ ചെയ്യുക. പക്ഷേ ഇപ്പോൾ അതല്ലാത്തവരാണെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ പൊട്ട് വെച്ചിട്ട് നമ്മുടെ അപ്പോഴാണ് ലുക്ക് കംപ്ലീറ്റ് ആയെന്ന് തോന്നുക, നമ്മുടെ മുഖത്തിനൊരു വെട്ടം വന്നതുപോലെ തോന്നുക, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്നൊരു കാര്യം അങ്ങനെയല്ല. നിങ്ങൾ ആക്ച്വലി ബാക്കിയുള്ള ആക്സസറീസിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, മേക്കപ്പിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ഹെയറിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ പൊട്ട് വെക്കുന്ന പരിപാടി അങ്ങ് ഒഴിവാക്കണം വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇടുമ്പോൾ. അതായത് ഞാൻ പറയുന്നത് മെയിനായിട്ട് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വേണം ആക്ച്വലി ആക്സസറീസ് ആഡ് ചെയ്യാൻ. ആക്സസറീസും ആഡ് ചെയ്തതിന് ശേഷമാണ് നോർമലി എല്ലാവരും പൊട്ട് വെക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആദ്യമേ തന്നെ പൊട്ട് വെച്ചിട്ട് ആ ലുക്ക് അതിനനുസരിച്ചിട്ട് ആക്സസറീസ് ചെയ്യാൻ വേണ്ടി പോകരുത്. ഏറ്റവും ലാസ്റ്റ് ആക്സസറീസ് ചെയ്യുക. ആക്സസറീസ് ചെയ്തിട്ടും ഏറ്റവും ഫൈനൽ ടച്ചിലേക്ക് എപ്പോഴും പൊട്ടൊക്കെ വെക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആക്ച്വലി പൊട്ടിൻ്റെ ആവശ്യം ആ സമയത്ത് ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇന്ത്യൻ കുർത്താസിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഇപ്പോൾ സ്കാർഫ്സ്, ഷോള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ മുസ്ലിം ഗേൾസ് ഒക്കെ ആണെങ്കിൽ മെയിനായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഫേസ് കട്ട് ചെയ്യുന്ന രീതിയിൽ ഫേസിന്റെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇടുന്നതിനേക്കാളും ചെറിയൊരു ബ്രേക്ക് ത്രൂ എപ്പോഴും ഈ ഒരു നെക്കിന്റെ ഭാഗത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പം നെക്ക് എപ്പോഴും ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് കൺസേൺ എങ്കിൽ അത് ഡ്രസ്സിന്റെ അകത്താക്കുക. ആൻഡ് ഈ ഷോൾ ഇടുന്നത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതല്ല ഇപ്പം ഭയങ്കര ടൈറ്റ് ആയിട്ട് തന്നെ ഷോള് എപ്പോഴും അത് പിൻ ചെയ്ത് വെക്കണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈല് ചൂസ് ചെയ്യുക ഈ ഹിജാബ് ഇടാൻ വേണ്ടി. അപ്പോൾ അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ആണ് കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടും പുട്ടുകുതറായിട്ടും ഇരിക്കുക. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും ഈ ഒരു ഭാഗത്തെ മൊത്തം ആക്സസറീസും ആ ഒരു ഭാഗത്തെ ക്ലോത്തിങ്ങും എല്ലാം കൂടി. ആൻഡ് ഇപ്പോൾ വെസ്റ്റേൺ ഡ്രസ്സ് ആണെങ്കിൽ കൂടുതലായിട്ടും സ്കാർഫ്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നോട്ടിട്ട് അതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ബോധപൂർവം ചെയ്ത ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അത് ചെയ്യും. ഇനി ഫുഡ് വെയർസിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മുമ്പ് പല വീഡിയോസിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ്സ് ആയിക്കോട്ടെ, ഹീൽസ് ആയിക്കോട്ടെ, പോയിന്റഡ് ടോ ആണെങ്കിൽ, അതായത് കാലിൻ്റെ വിരലിൻ്റെ ഭാഗം വരുന്നിടത്ത് ഭയങ്കര പോയിന്റഡ് ആയിട്ടാണ് അതിൻ്റെ സ്ട്രക്ചർ എങ്കിൽ, ചെരുപ്പിൻ്റെ സ്ട്രക്ചർ എങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. ആ പുട്ടുകുതർ ലുക്ക് നന്നായിട്ട് കിട്ടും. ഒരു എലഗൻറ്റ്, ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ലുക്ക് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ളത് പറ്റാത്ത ആൾക്കാരുണ്ട്, എനിക്കറിയാം. ബിക്കോസ് ഈ ടോയിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര വീതിയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ടോയിൻ്റെ ഭാഗം ഭയങ്കര കവേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആക്ച്വലി ഹീൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഹീൽസ് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒന്ന് വെഡ്ജസ് പോലത്തത് അല്ലാതെ കുറച്ചും കൂടി ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഹീൽസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബ്ലോക്ക് ഹീൽസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി വെഡ്ജസ് പോലെ തന്നെ വരുന്ന രീതിയിലുള്ള ബ്ലോക്ക് ഹീൽസ് ഉണ്ട്. ഇനി ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത് ഗ്രൂമിങ് ആൻഡ് പോസ്ചർ. പേഴ്സണൽ ഗ്രൂമിങ്ങിന് ആക്ച്വലി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഏത് ലുക്കും പുട്ടുകതർ ലുക്കായി ഇരിക്കത്തില്ല. അതായത് ഒരു ലുക്കും ക്ലാസി ആയിട്ടോ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടോ എലഗന്റ് ആയിട്ടോ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ഗ്രൂമിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ക്ലോത്ത്സ് എപ്പോഴും അയൺഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നന്നായിട്ട് തേച്ച് വൃത്തിയായാണ് ക്ലോത്ത്സ് ഉള്ളത് എന്ന് ഉറപ്പിക്കുക. നമ്മൾ സീരിയസ് ആയിട്ടാണ് ഡ്രസ്സിങ്ങിനെ കാണുന്നത് എന്നൊരു ഇംപ്രഷനാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക. സോ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ആൻഡ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഡാർക്ക് ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ലിൻസ് വരാൻ തുടങ്ങും. അതായത് ഇപ്പോൾ ചെറുതായിട്ട് നൂല് പൊങ്ങി അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലോത്ത്സിൻ്റെ കാര്യത്തിൽ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ കോൺഫിഡൻസോട് കൂടി ആൾക്കാരെ ഫേസ് ചെയ്യുക. അപ്പോൾ ആൾക്കാരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കാര്യം. കോൺഫിഡൻറ്റ് ഗെയ്സ് എപ്പോഴും കൊടുക്കാൻ നോക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ ആക്ച്വലി നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണം എല്ലാവരോടും സംസാരിക്കാൻ. ആൻഡ് അതേപോലെ തന്നെയുള്ളൊരു കാര്യമാണ് പോസ്ചർ കറക്റ്റാക്കി കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നോർമലി സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ മെയിനായിട്ട് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഒതുങ്ങി നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നത് പോലെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, സ്ലീവ്ലെസ് ആണ് ഇട്ടേക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്കൊരു കൂനുള്ളത് പോലെ ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെയാണ് ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ കാണുന്നവർക്ക് അത് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ തീരെ കോൺഫിഡൻസ് ഇല്ലാതെയാണ് ആ ഡ്രസ്സപ്പ് ചെയ്തേക്കുന്നത് എന്നൊരു തോന്നലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയൊക്കെ ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുക, ആൻഡ് നെയിലൊക്കെ ഭയങ്കര ഗ്രൂംഡ് ആക്കി വെക്കുക. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിൽ. ആൻഡ് ഓൾസോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹെയർ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്താലും നമ്മൾ എഫേർട്ട് എടുത്താണ് അത് ചെയ്തേക്കുന്നത് എന്നൊരു ഇംപ്രഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇപ്പോൾ ഫേസിൽ കൂടുതലായിട്ട് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ആക്ച്വലി കുഴപ്പമില്ല. പക്ഷേ ഹെയർ നന്നായിട്ടൊക്കെ കിടക്കുന്നതെങ്കിൽ
നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി എന്നർത്ഥം. അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഓപ്പൺ ഹെയർ ആണ് ഇടുന്നതെങ്കിലും ഓപ്പൺ ആയിട്ട് അത് ബോധപൂർവ്വം സ്റ്റൈൽ ചെയ്തിട്ടതുപോലെ ഇടുക. അതല്ലെങ്കിൽ ഇപ്പോൾ പോണിറ്റെയിലാണ് നിങ്ങൾ കെട്ടുന്നതെങ്കിൽ പക്ഷേ ഭയങ്കര ഫ്രിസി ആയിട്ട് ഹെയർ ഇരിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എന്താ ചെയ്യാൻ പറ്റില്ല, ആ ഫ്രിസിനെസ് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കുക. പോണി കെട്ടി പക്ഷേ സ്റ്റിൽ അത് ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നെങ്കിൽ ഒന്നുകിൽ അത് മടക്കി ഒരു ബൺ പോലെ കെട്ടുക, ക്രിസ്പായിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കുന്ന രീതിയിൽ. അതല്ലെങ്കിൽ ആക്ച്വലി ആ പോണി ടെയിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആക്ച്വലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് എടുത്തും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫുട്വെയർ എടുത്തും എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്തും മാത്രമല്ല നമുക്ക് പുട്ടുകുത്ത ലുക്കിൽ ഇരിക്കാൻ പറ്റുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ഒരു ഔട്ട്ഫിറ്റിൽ അല്ലെങ്കിൽ ഔട്ട്ലുക്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.